ജമാഅത്തെ ഇസ്ലാമിയും ഐക്യ കക്ഷികളായിട്ട് മാറി എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ തന്നെ UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വർഗീയ കൂട്ടുകെട്ടിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ജമാഅത്തെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സാർവദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മതരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ്. RSSനെ പോലെ തന്നെ RSS ഇന്ത്യയിലാണ് ഹിന്ദുരാഷ്ട്രം, ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള ധ്രുവീകരണ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ ലോകത്തെമ്പാടും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യം മുന്നിൽ നിന്ന് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, നിലകൊള്ളുന്നു എന്ന് പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ള വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുമായിട്ട് ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു എന്നും ഇനി മുന്നണിയുടെ ഭാഗമായിട്ട് മാറാനാണ് സാധ്യത എന്നും നൽകുന്ന സൂചന. UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ഓരോരുത്തരും കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. വർഗീയ കൂട്ടുകെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട UDF എടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കേരളത്തിലെയും നിലമ്പൂരിലെയും വോട്ടർമാർ ശരിയായ രീതിയിൽ തിരിച്ചറിയും. മതനിരപേക്ഷ ഉള്ളടക്കത്തിന് നല്ല മുൻകൈയുള്ള നാടാണ് കേരളം. അതിൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന തൊഴിലാളി വർഗ അടിസ്ഥാനം കൂടിയുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ. തീർച്ചയായും ഈ വർഗീയ കൂട്ടുകെട്ടിന് ഇവിടെയുള്ള ജനത, വോട്ടർമാർ കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. UDF എന്തൊക്കെ ഉന്നയിക്കുന്നുണ്ട്? തെറ്റായ കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല, മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അതിനെപ്പറ്റി വേറെ ചോദിക്കണ്ട. ഇന്നലെയുമില്ല, ഇന്നുമില്ല, നാളെയും. MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. നിലമ്പൂരിൽ UDFന് പരാജയ ഭീതിയാണ്, അതുകൊണ്ട് അവർ വർഗീയ കൂട്ടുകെട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി CPMന് ഒരു കാലത്തും കൂട്ടുകെട്ടുണ്ടായിരുന്നില്ല എന്നാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് ആവർത്തിക്കുന്നത്.